वेलकम बैक टू माय चैनल रंजूस वर्ल्ड। आप लोग पूरा वीडियो देख लीजिए और लाइक एंड शेयर सब्सक्राइब। ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഇന്നൊരു ചില്ലി ചിക്കൻ്റെ റെസിപ്പി ഉണ്ടാക്കിയാലോ. അപ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ 1 കിലോ ചിക്കൻ വാങ്ങി കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർന്ന് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 2 സ്പൂൺ മുളക് പൊടിയും 1 നാരങ്ങയുടെ നീര് മൊത്തമായിട്ടും ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. അതുകൂടാതെ 3 സ്പൂൺ കോൺഫ്ലോർ, 1.5 സ്പൂൺ ചില്ലി സോസ്, 1 സ്പൂൺ സോയാ സോസ്, 1 സ്പൂൺ ഇടിയപ്പത്തിൻ്റെ പൊടി. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അത് കഴിഞ്ഞ് 1 സ്പൂൺ ഉപ്പ് നമ്മളിപ്പോൾ കുറച്ച് ഉപയോഗിക്കുക, കാരണം സോസിലെല്ലാം ഉപ്പ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട്. അതുകൂടാതെ 1 മുട്ട നന്നായി ബീറ്റ് ചെയ്ത് അതും കൂടി മിക്സിയിലേക്ക് ഒഴിക്കുക. അത് നമ്മുടെ കോട്ടിങ്ങിന് ഒരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് 1 അവർ അല്ലെങ്കിൽ ഹാഫ് ആൻ അവർ എങ്കിലും അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരിക്കണം. ഞാനിപ്പോൾ 1 അവർ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഉപയോഗിച്ചത്. ഒരു കടായി അടപ്പത്ത് വെച്ച് അതിലേക്ക് ചിക്കൻ വറുക്കാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഞാൻ എടുത്തിരിക്കുന്നത് വെജിറ്റബിൾ ഓയിലാണ്. കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. കോക്കനട്ട് ഓയിലിന് ബോയിലിംഗ് പോയിൻറ്റ് കുറവാണ്. പിന്നെ അതുമല്ല അതിൻ്റെ ഫ്ലേവർ നമുക്ക് കയറി വരും. അതുകൊണ്ട് ഞാൻ ഉപയോഗിച്ചത് വെജിറ്റബിൾ ഓയിലാണ്. അത് ഒഴിച്ച് നന്നായി ഹൈ ഫ്ലെയിമിൽ ചൂടാക്കുക. എന്നിട്ട് വേണം കേട്ടോ ചിക്കൻ ഇടാൻ, ഇല്ലെങ്കിൽ ചിക്കൻ്റെ കോട്ടിംഗ് എല്ലാം ഇളകിപ്പോവും. അതിനുശേഷം 1 മിനിറ്റ് കഴിഞ്ഞ് അത് ജസ്റ്റ് മീഡിയത്തിലേക്ക് മാറ്റുക. അത് കഴിഞ്ഞ് ചിക്കൻ വറുത്ത് കോരി എടുക്കുക. അങ്ങനെ നമ്മൾ എല്ലാ ചിക്കനും വറുത്ത് കോരി എടുത്തു. ഇനി അതിലേക്ക് ഒരു സോസേജ് ആവശ്യമുണ്ട്. അപ്പോൾ ആ സോസേജിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത്, ഉള്ളി അരിഞ്ഞത്, ക്യാപ്സിക്കം അരിഞ്ഞത്, അത് കഴിഞ്ഞ് സ്പ്രിംഗ് ഓണിയൻ. ഇപ്പോൾ എനിക്കിവിടെ സ്പ്രിംഗ് ഓണിയൻ കിട്ടിയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആ സ്പ്രിംഗ് ഓണിയൻ എടുത്തത്. ഇല്ലെങ്കിൽ മല്ലിയില എടുത്തിരുന്നാലും മതി. ഒരു പാൻ അടപ്പത്തേക്ക് വെക്കുക. ചിക്കൻ വറുത്ത് കോരിയ എണ്ണയിൽ നിന്നും ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ നമ്മൾ കോരിയെടുക്കുക. ഞാനൊരു 2 സ്പൂൺ എണ്ണ 3 സ്പൂൺ എണ്ണ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് അത് കഴിഞ്ഞ് അത് ഹൈ ഫ്ലെയിമിൽ വെക്കുക. ഇനി അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത്, ഉള്ളി ഞാൻ 1.5 സവാള എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ക്യൂബ് സൈസിൽ കട്ട് ചെയ്തതാണ്. അതിൻ്റെ കൂടെ ക്യാപ്സിക്കം, അതിൻ്റെ കൂടെ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ട് അരിഞ്ഞത്, അതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അത് ഒരിക്കലും അതിൻ്റെ കളറ് മാറാനോ അതിൻ്റെ ക്രഞ്ചിനെസ് നഷ്ടപ്പെടാനോ പാടില്ല കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ 2 മിനിറ്റ്സ് കഴിയുമ്പോൾ 2 സ്പൂൺ ചില്ലി സോസ്, 1 സ്പൂൺ സോയാ സോസ്, 3 സ്പൂൺ ടൊമാറ്റോ സോസ്, 1/2 സ്പൂൺ പഞ്ചസാര, 1/2 സ്പൂൺ വിനെഗർ. പഞ്ചസാരയും വിനെഗറും എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സോസേജിൻ്റെയൊക്കെ ആ പുളിയും മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുകൂടാതെ ഞാൻ ഒരു ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി 1 കപ്പ് വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. 1.5 സ്പൂൺ കോൺഫ്ലോറിലേക്ക് 3 സ്പൂൺ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഇത് നമ്മുടെ ഗ്രേവിക്ക് ഒരു തിക്നെസ് കൊടുക്കും, അതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഞാനൊരു 2 സ്പൂൺ ഓൾറെഡി ഒഴിച്ചിട്ടുണ്ട്. എന്നപ്പോൾ ആ ഗ്രേവി ഒന്ന് തിക്കായിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ വെക്കേണ്ടത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഡക്കൺ വെച്ച് അടയ്ക്കുക. എന്നിട്ട് 2 to 3 മിനിറ്റ്സ് അതൊന്ന് ബോയിൽ ചെയ്യാൻ വിടുക. അപ്പോഴേക്കും ചിക്കനകത്തേക്ക് ഗ്രേവിയെല്ലാം പിടിച്ച് ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഈ ടൈമിൽ ഉപ്പ് നോക്കുക. നിങ്ങൾക്ക് പെപ്പർ പൗഡർ വേണമെങ്കിലും ഇപ്പോൾ ഇടാം കേട്ടോ. ഞാൻ സ്പ്രിംഗ് ഓണിയൻ ഇട്ട് സ്റ്റൗ എല്ലാം ഓഫാക്കി വെച്ചു. അതിനുശേഷം അതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി. അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ കളറിലിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സിമ്പിളായിട്ട് ചില്ലി ചിക്കൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.